Xylem Learning. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിലൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ മിസ് എന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോൺസെപ്റ്റുമായിട്ടാണ്. നമ്മുടെ ഹീമോഡയാലിസിസ് ഇത് പറയുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഇപ്പോഴും കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. സോ അവർക്കൊക്കെ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താണ് ഹീമോഡയാലിസിസ് എന്ന് ഇവിടെ കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് മിസ് ഇവിടെ എന്താണ് ഒരു സെൻറ്റൻസോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ ജസ്റ്റ് ഡയഗ്രത്തിലൂടെ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹീമോഡയാലിസിസിലേക്ക് പോകാം. ആദ്യം തന്നെ എന്താണ് ഹീമോഡയാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്ന പ്രോസസ്സാണല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യെസ്, നമ്മുടെ കിഡ്നി ഫെയിൽഡ് ആവുന്ന അവസ്ഥയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീമോഡയാലിസിസ് ചെയ്യുന്നത് അല്ലേ. സോ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ഒരു ഹീമോഡയാലിസിസ് അല്ലെങ്കിൽ ഈ ഒരു മെഷീനെ നമ്മൾ വിളിക്കുന്ന പേര് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ്. അതായത് നോർമലി നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ ഫിൽട്ടറിംഗ് ഓഫ് ബ്ലഡ് ആണ് അല്ലേ. സോ നമ്മുടെ കിഡ്നി അണ്ടർ ഫെയിലിയറിലാവുന്ന അവസ്ഥയിൽ കിഡ്നിക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അവിടെ വരുന്നതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറഞ്ഞാൽ സെയിം റോൾ തന്നെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മൾ ആർട്ടറിയിൽ നിന്ന് ബ്ലഡിനെ കളക്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ആർട്ടറിയിൽ നിന്ന് ബ്ലഡിനെ കളക്ട് ചെയ്തു. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ബ്ലഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്ലഡ് എന്ന് വെച്ചാൽ കൊയാഗുലേറ്റ് ചെയ്യും അല്ലെ, കട്ട പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്ലഡിനെ എടുത്തിട്ട് നമ്മളൊരു മെഷീനിലേക്ക് കയറ്റുന്ന സമയത്ത് ഇത് കട്ട പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഉദ്ദേശം നടക്കില്ല അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊയാഗുലേഷന് എതിരെയുള്ളൊരു സാധനം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് നോൺ ആസ് ഹെപ്പാരിൻ, വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് ആന്റി കൊയാഗുലന്റ്. മനസ്സിലായോടാ? ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഹെപ്പാരിൻ അല്ലെങ്കിൽ ആന്റി കൊയാഗുലന്റ്. ക്ലിയർ അല്ലേ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ആർട്ടറിയിൽ നിന്ന് ബ്ലഡിനെ കളക്ട് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? ഹെപ്പാരിൻ കൊടുത്തു, വിച്ച് ഇസ് ആൻ ആന്റി കൊയാഗുലന്റ്. അതിനുശേഷം നമ്മൾ ഇതിനൊരു ഡയലൈസർ യൂണിറ്റിലേക്ക് കൊടുക്കുകയാണ്. ആ ഡയലൈസർ യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതുപോലെയുള്ളൊരു ഒരു സെല്ലോഫിൻ ഷീറ്റ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാവും. ഇതിനുള്ളിലൊക്കെ ചെറിയ ചെറിയ പോർസ് ഉണ്ടാവും കേട്ടോ, ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ഫ്ലൂയിഡ് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഡയലൈസിങ് ഫ്ലൂയിഡ് എന്നാണ് പറയുക. ഇതിന് നമ്മുടെ ബ്ലഡിന്റെ അതേ കോമ്പോസിഷൻ തന്നെയാണ്, പക്ഷേ എക്സെപ്റ്റ് ദ നൈട്രോജനസ് വേസ്റ്റ്. ഓക്കെ ആണോ? ഇവർക്ക് എന്തില്ല? നൈട്രോജനസ് വേസ്റ്റ് പോലെയുള്ള യൂറിയ കാര്യങ്ങളൊന്നും ഈ ബ്ലഡിലില്ല. ബാക്കി എല്ലാ കോമ്പോസിഷനും സെയിം തന്നെയാണ് എന്നാണ്. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. യെസ്, അപ്പം എന്ത് ചെയ്തു? നമ്മൾ ബ്ലഡിനെ കളക്ട് ചെയ്ത് നേരെ ഇവിടേക്ക് വിടുകയാണ്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കിഡ്നി ഫെയിൽഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അയാളുടെ ബ്ലഡിൽ എന്തുണ്ടാവും? യൂറിയ അക്കമലേറ്റ് ചെയ്തിരിക്കില്ല, യൂറിയയുടെ ഫിൽറ്ററിംഗ് ഒന്നും നടന്നിട്ടുണ്ടാവില്ല. സോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ നൈട്രോജനസ് വേസ്റ്റ് അല്ലെങ്കിൽ യൂറിയ ആണ്. സോ ആ ബ്ലഡ് നമ്മൾ നേരെ ഇതിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇതിനുള്ളിലുള്ള പോർസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഡയലൈസിങ് ഫ്ലൂയിഡിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ യൂറിയ കുറവാണ്. ഓക്കെ ആണോ? യൂറിയ കുറവാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ബ്ലഡിൽ എന്താണ്? നൈട്രോജനസ് വേസ്റ്റ് യൂറിയയുടെ കണ്ടന്റ് കൂടുതലാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓസ്മോസിസ് പ്രോസസ് അല്ലെ, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ മൂവ്മെന്റ് ആണ്. സോ ഇതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ ഈ ബ്ലഡിലുള്ള നൈട്രോജനസ് വേസ്റ്റസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടടാ? യെസ്, പുറത്തുള്ള ഈ ഒരു ഡയലൈസിങ് ഫ്ലൂയിഡിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ പുറത്ത് വരുന്ന ബ്ലഡ് എന്ന് വെച്ചാൽ വളരെ എന്തായിരിക്കും? ഫ്രീ ഫ്രം നൈട്രോജനസ് വേസ്റ്റ് ആയിരിക്കും, ഫ്രീ ഫ്രം യൂറിയ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഇത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്, ഡയലൈസിങ് ഫ്ലൂയിഡ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് നമുക്ക് ബ്ലഡിനെ കിട്ടി. പക്ഷെ നമ്മൾ ആദ്യം ഒരു സാധനം ആഡ് ചെയ്തിരുന്നു. എന്താണത്? നമ്മുടെ ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ ഈ ബ്ലഡിനെ തന്നെ തിരിച്ച് ബോഡിയിൽ വെച്ചാൽ ഒരിക്കലും ബ്ലഡ് കട്ട പിടിക്കില്ല. ആ ഒരു അവസ്ഥ നമുക്ക് പോസിബിൾ അല്ല അല്ലേ. യെസ്, അപ്പൊ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈക്ക് നമ്മൾ എന്താണ് അവിടെ ആഡ് ചെയ്യുന്നത്? ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്തിട്ട് അതിന് ശേഷമാണ് തിരിച്ച് നമ്മൾ എന്താണ് പേഷ്യന്റിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്? യെസ്, നമ്മൾ ബ്ലഡിനെ കൊടുക്കുകയാണ്. അപ്പൊ ബ്ലഡ് എന്ത് ചെയ്തു? ഫിൽട്ടർ ചെയ്തു. ഒരു ആർട്ടിഫിഷ്യലി നമ്മൾ കിഡ്നി ചെയ്യുന്ന സാധനം തന്നെ പുറത്ത് ചെയ്തതാണ്. യെസ്, വിച്ച് മീൻസ് എന്താണ്? പേഷ്യന്റ് കിഡ്നി വർക്കിംഗ് അല്ലാത്തതോടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഓക്കെ ആണോ? പിന്നെ ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതെന്ന് വെച്ചാൽ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള കിഡ്നി കിട്ടണം, എന്നാലൊക്കെ മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോർമലി ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഒരു ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂടാ ഹീമോഡയാലിസിസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടോപ്പിക്കാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ടോപ്പിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക? യെസ്, എല്ലാ ടോപ്പിക്കും അടിപൊളിയായിട്ട് നോക്കി വെക്കുക, ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക. അതേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക, എന്നാലേ എത്രത്തോളം കോൺസെപ്റ്റ് സെറ്റായി എന്ന് മനസ്സിലാവുള്ളൂ. എക്സാമിനേഷനൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, സെറ്റായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.